ഈ പാട്ടിനോടുള്ളൊരു ഇഷ്ടല്ലേ, പിന്നെ എല്ലാം നിങ്ങൾ പാട്ടാണല്ലോ. ഇപ്പൊ നമുക്ക് ഹന്നമോളുടെ അച്ഛൻ അങ്ങനെ ഒരു ടാഗ് ഉണ്ടെങ്കിലും പാട്ടുകാരനായിട്ടാണല്ലോ നമ്മൾ അറിയപ്പെടുന്നത്. പാട്ടിനോടൊരു ഇഷ്ടം തുടങ്ങുന്നത് എപ്പോഴാ? പാട്ടിനോട് എനിക്ക് ചെറുപ്പം മുതലേ പാട്ടിനോട് ഭയങ്കര ഇഷ്ടം. മദ്രസയിൽ പഠിക്കുന്ന സമയത്ത്, പക്ഷെ നമ്മളെ വീട്ടിൽ കറണ്ട് ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഈ കാസറ്റ് ഷോപ്പുകളുടെ മുമ്പിൽ, ടൈലർ ഷോപ്പിൽ, ബാർബർ ഷോപ്പിലൊക്കെ പോയിട്ടിരിക്കും പാട്ട് കേൾക്കാനായിട്ട്. പിന്നെ റേഡിയോ പോലും ഇല്ല. അന്ന് വീട്ടിൽ റേഡിയോ പോലും ഇല്ല. നല്ല പ്രായമുണ്ടല്ലേ, റേഡിയോ പോലും ഇല്ലാത്ത കാലത്താണ്. അല്ല, റേഡിയോ അടുത്ത വീട്ടിൽ നിന്ന് വെക്കുമ്പോ അവിടെ നിന്ന് ഇങ്ങനെ കേൾക്കും, അങ്ങനെ കേൾക്കുന്നത്. പിന്നെ കറണ്ട് ഇല്ലാത്തോണ്ട് ഒരു ഓപ്ഷൻ ഇല്ല. അപ്പൊ പിന്നെ അതാ ഒരു ടൈലർ ഷോപ്പിൽ അല്ലെങ്കിൽ ബാർബർ ഷോപ്പിലൊക്കെ പോയിട്ടേക്കാം. പക്ഷെ അന്ന് മാപ്പിള പാട്ടുകളോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഞങ്ങളാ നാട്ടിൽ അങ്ങനെ മാപ്പിള പാട്ടിന് വലിയൊരു പ്രാധാന്യം ഇല്ലാത്ത കാലഘട്ടം. അപൂർവം ചില ആളുകൾ മാത്രമല്ല മാപ്പിള പാട്ട് കേൾക്കും. അപ്പോൾ കാസറ്റ് ഷോപ്പിലൊക്കെ പോയിട്ട് അവിടെ ഞാൻ അങ്ങനെ ആ കാസറ്റ് ഒന്നും ഇടുമെന്ന് പറഞ്ഞാൽ അങ്ങനെ പാട്ടുകൾ കേൾക്കുമായിരുന്നു. അല്ലാതെ പാട്ടിനെ കുറിച്ച് ABCD ഒന്നും ഇപ്പോഴും അറിയില്ല. അന്ന് തീരെ അറിയില്ല, ഇന്ന് അത്രയും അറിയില്ല എന്ന് പറയാം. പാട്ടുകളൊക്കെ അറിഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലാവുന്നത് നമുക്ക് ആക്ച്വലി ഒന്നും അറിയില്ല. അറിഞ്ഞു വന്നപ്പോഴാണ് മനസ്സിലായത്. അപ്പോൾ ആ പാട്ടിനോടുള്ളൊരു ഇഷ്ടമാണ് പിന്നെ എന്നെ കലാകാരനാക്കി മാറ്റിയതൊക്കെ. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞതിന് ശേഷം തന്നെ ഞാൻ എഴുത്ത് തുടങ്ങി. അതിൻ്റെ മുമ്പ് തന്നെ ഞാൻ എഴുതി തുടങ്ങിയിട്ടുണ്ടായിരുന്നു, അഫ്സൽക്കൊക്കെ വേണ്ടിയിട്ടൊക്കെ. അപ്രതീക്ഷിതമായിട്ട് പിന്നെ ഞാനൊരു പാട്ടുകാരനായിട്ടുണ്ട് മാറി. അവിടെ ഞങ്ങളുടെ നാട്ടിലെ നബിദിന സ്റ്റേജുകളിലൊക്കെ ഞാൻ പാടുമായിരുന്നു, ദഫ് പഠിപ്പിക്കുക അങ്ങനെയൊക്കെ. അപ്പോൾ പിന്നെ അങ്ങനെ പ്രണയഗാനം സുഹൃത്തുക്കൾക്ക് എല്ലാവർക്കും ഒക്കെ വിരലുണ്ട്. അന്നത്തെ കാലം എന്ന് പറഞ്ഞാൽ പ്രണയം വലിയൊരു തെറ്റായിട്ട് കാണുന്ന കാലഘട്ടം. നമ്മളിപ്പോൾ ഒരു പീഡിയയുടെ മുമ്പിലിരിക്കുന്നു, അതേലെ ഏതെങ്കിലും കുട്ടികൾ നടന്നു പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അവരെ വെറുതെ ചൂളിട്ടിട്ടൊക്കെ കൊടുക്കും. അപ്പോൾ ഞങ്ങളൊക്കെ അന്നത്തൊക്കെ ചെയ്തിരുന്ന കുട്ടികൾ നടന്നു പോകുമ്പോൾ ഇങ്ങനെ നാക്കും. അപ്പോൾ അവർ തിരിഞ്ഞു നോക്കിയാൽ ഞങ്ങൾ കാരണം പേടിയാണ്, അവർ എങ്ങനെ റിയാക്ട് ചെയ്യുന്നൊന്നും അറിയില്ലല്ലോ. അത് മാത്രമല്ല ആ പെൺകുട്ടി വളരെ പേടിച്ചുകൊണ്ടാവും വീട്ടിലേക്ക് പോവുക. കാരണം ആരെങ്കിലും ഇത് കണ്ടിട്ടുണ്ടാവും ഞങ്ങൾ വെറുതെ എന്ന് വിളിക്കുന്നത്. അത് വലിയ പ്രശ്നം. അത് വീട്ടിലെത്തുമ്പോൾ ആ കുട്ടിക്ക് അവിടെ പറയാ നമ്മൾ സംസാരിക്കുന്ന ആ കുട്ടി നേരം പയ്യനോട് സംസാരിക്കുന്നത് കണ്ടു നോക്കണം. അങ്ങനെ ഒരു കാലഘട്ടമായിരുന്നു ആ കാലഘട്ടം. പ്രണയം വലിയ തെറ്റായിട്ട് കണ്ടിരുന്ന ഒരു കാലഘട്ടം. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരുടെ മനസ്സിലും പ്രണയമൊക്കെ ഉണ്ടാവും, ഒരു ശുദ്ധമായ പ്രണയം എന്ന് പറയുന്നത്. അപ്പം അന്ന് ഓരോ ആളുകൾ അവരെ കഥ പറഞ്ഞു തരും, അതിന് പാട്ടുകൾ ഇതാക്കും. അപ്പോൾ പാട്ടുകൾ ഒരു 4 വരി ഉണ്ടാക്കി തന്നെ പറഞ്ഞാൽ അത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഞാൻ നന്നായി ലവ് ലെറ്റർ എഴുതുമായിരുന്നു. അന്ന് ലവ് ലെറ്റർ എന്ന് പറയാം. അപ്പോൾ കുറേ സ്നേഹിതന്മാരെ അങ്ങനെ എഴുതിക്കും. അങ്ങനെയാണ് എഴുത്ത്, അല്ലാതെ വിദ്യാഭ്യാസം കൊണ്ടൊന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് പ്രണയലേഖനം എഴുതാറിയാം. ഉള്ളിലൊരു നല്ല കാമുകൻ ഉണ്ടായിരുന്നു. ഞാൻ പറയും നാട്ടിലെ ഒരു മൊയ്തീൻ്റെ പരിവേഷം ചെയ്തു പറയും. മൊയ്തീനൊന്നല്ല, ഗിരിരാജൻ കുഴി. അങ്ങനെയാണ് ഇപ്പോഴത്തെ കുട്ടികൾ അതിനെ വിളിക്കുക, ഗിരിരാജൻ കുഴി. അതെ, ഞാനിങ്ങനെ ചെറുപ്പത്തിൽ കേട്ടിട്ടുണ്ട്, അവൻ സിസ്റ്റർ കയ്യിലെടുത്ത് പ്രസവിച്ച് കയ്യിലെ കൊടുത്ത പാട് സിസ്റ്റർ നോക്കി കണ്ണടിച്ച ആളാന്ന് പറയുന്നതൊക്കെ തമാശ ആള്. പക്ഷെ അങ്ങനെണ്ട് എഴുത്തിലേക്കൊക്കെ മാറി. പിന്നെ പ്രണയമില്ലാത്ത ആളുകൾ ഉണ്ടാവില്ലല്ലോ. അപ്പം അവരിൽ കുറേ ആളുകൾ ഉള്ളത് കൊണ്ട് ഇന്നും ഇങ്ങനെ പാട്ടുകാരനായിട്ടൊക്കെ അങ്ങനെ പോണൂന്ന് അല്ലേ. പക്ഷെ ഒരു വർത്താനമൊക്കെ പറഞ്ഞിരിക്കുന്ന മുഖത്തൊക്കെ ഒരു കാമുകൻ ഇപ്പോഴും ഉണ്ട് കേട്ടോ. പറയുമ്പോഴൊക്കെ അതിന്റെ ഒരു സോഫ്റ്റ് സാധനം. മക്കളെയൊക്കെ നമ്മളങ്ങ് മാറ്റി വെച്ചാൽ ഇപ്പോഴും മുഖത്ത് അങ്ങനെ ഒരു ലുക്ക് ഉണ്ട്.